പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ അരിത്തമെറ്റിക് സീക്വൻസ് എന്നുള്ള ചാപ്റ്ററിലെ പേജ് 15ലെ പ്രോബ്ലംസ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പേജ് 15 നമുക്ക് ഒന്നാമത് തന്നേക്കുന്ന ചോദ്യം ഇതാണ്. ഇൻ ഈച്ച് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസസ് ബിലോ സം ഓഫ് ദ ടേംസ് ആർ നോട്ട് റിട്ടൺ ബട്ട് ഇൻഡിക്കേറ്റഡ് ബൈ സർക്കിൾ. ഫൈൻഡ് ഔട്ട് ദീസ് നമ്പേഴ്സ്. ചുവടെ കൊടുത്തിരിക്കുന്ന ഓരോ സമാന്തര ശ്രേണിയിലും ചില സംഖ്യകൾ എഴുതിയിട്ടില്ല. അവയുടെ സ്ഥാനം വൃത്തം കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നു. ഈ സംഖ്യകൾ കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിച്ചേക്കുന്ന ഇതാണ്. നമുക്ക് കുറച്ച് സമാന്തര ശ്രേണികൾ തന്നിട്ടുണ്ട്, പക്ഷേ ഇതിൽ കുറച്ച് ടേംസ് തന്നിട്ടില്ല, കുറച്ച് പദങ്ങൾ തന്നിട്ടില്ല. അത് നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് നമുക്കിവിടെ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഒന്നാമത്തെ ചോദ്യത്തിൽ പറഞ്ഞേക്കുന്ന ഇതാണ്. 24, 42, പിന്നെ നമുക്ക് 2 എണ്ണം കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, സമാന്തര ശ്രേണിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഒന്നാം പദവും രണ്ടാം പദവും തന്നിട്ടുണ്ട്, ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് തേർഡ് ടേമും ഫോർത്ത് ടേമും ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് അടുത്തടുത്ത് ടേംസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറച്ചാൽ മതി. അതായത് നമ്മൾ സ്ഥാനം അനുസരിച്ച് വലിയ സ്ഥാനത്ത് നിന്ന് ചെറിയ സ്ഥാനം കുറച്ചാൽ മതി, അടുത്തടുത്ത് സംഖ്യകളാണ് തന്നേക്കുന്നതെങ്കിൽ. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എന്ത് വരും? 42 മൈനസ് 24. രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറയ്ക്കുക, സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറയ്ക്കുക. അപ്പം 42 മൈനസ് 24 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 18. സോ നമ്മുടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്, പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 18 ആണ്. അപ്പോൾ നമുക്കറിയാം സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പൊതുവ്യത്യാസം നമ്മൾ കൂട്ടി എഴുതുക അല്ലേ. അപ്പോൾ നമുക്ക് തേർഡ് ടേം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 42ൻ്റെ കൂടെ 18 കൂട്ടണം. ഓക്കെ, ഇനി ഫോർത്ത് ടേം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? തേർഡ് ടേമിൻ്റെ കൂടെ 18 കൂട്ടണം. അങ്ങനെ കൂട്ടിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ തേർഡ് ടേം എത്രയാണെന്ന് എഴുതാമല്ലോ. മൂന്നാം പദം അല്ലെങ്കിൽ തേർഡ് ടേം എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും? 42ൻ്റെ കൂടെ, അതായത് രണ്ടാം പദത്തിൻ്റെ കൂടെ നമ്മുടെ ഈ 18 കൂട്ടണം. അപ്പോൾ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 60. അപ്പോൾ നമ്മുടെ തേർഡ് ടേം എന്ന് പറയുന്നത് എത്രയാണ്? 60. ഇനി നമ്മുടെ ഫോർത്ത് ടേം കണ്ടുപിടിക്കാൻ, നാലാം പദം കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? ഈ 60ൻ്റെ കൂടെ നമ്മൾ വീണ്ടും 18 കൂട്ടണം. അപ്പോൾ വീണ്ടും കൂട്ടുമ്പോൾ നമുക്ക് എത്ര വരും? 78. അപ്പോൾ നമ്മുടെ ഫോർത്ത് ടേം എന്ന് പറയുന്നത് 78 ആണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്ക് ആദ്യ പദം തന്നിട്ടില്ല, ഫസ്റ്റ് ടേം തന്നിട്ടില്ല, ദെൻ സെക്കൻഡ് ടേം തന്നിട്ടുണ്ട്, തേർഡ് ടേം തന്നിട്ടുണ്ട്, ഫോർത്ത് ടേം തന്നിട്ടില്ല. അപ്പോൾ നമുക്കിവിടെ സെക്കൻഡും തേർഡും തന്നിട്ടുണ്ട്, രണ്ടാം പദവും തന്നിട്ടുണ്ട്, മൂന്നാം പദവും തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒന്നാം പദവും അതുപോലെ തന്നെ നാലാം പദവുമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ അടുത്തടുത്തായി തന്നേക്കുന്നത് അല്ലേ. അപ്പോൾ കോമൺ ഡിഫറൻസ് നമുക്ക് പെട്ടെന്ന് കിട്ടുമല്ലോ. അപ്പോൾ പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേം കുറയ്ക്കണം. അതായത് 42 മൈനസ് 24 എത്ര വരും? 18. ഓക്കെ, ഇനി ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മളിവിടെ അരിത്തമെറ്റിക് സീക്വൻസിൽ നമുക്ക് നാലാം പദം കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അല്ലേ. ഈ 18 അങ്ങ് കൂട്ടിയാൽ മതി. പക്ഷേ നമുക്കിവിടെ സെക്കൻഡ് ടേമിൽ നിന്ന് പുറകിലോട്ട് പോകണം, ഫസ്റ്റ് ടേമിലോട്ട് പോകണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കൂട്ടാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ 18 കുറയ്ക്കണം, കോമൺ ഡിഫറൻസ് നമ്മൾ കുറയ്ക്കണം. അപ്പോൾ നമ്മുടെ ഇവിടെ നാലാം പദം അല്ലെങ്കിൽ ഫോർത്ത് ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ തേർഡ് ടേമിൻ്റെ കൂടെ, അതായത് 42ൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് 18 കൂട്ടണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 60. അപ്പോൾ നമ്മുടെ നാലാം പദം അല്ലെങ്കിൽ ഫോർത്ത് ടേം എന്ന് പറയുന്നത് എത്രയാണ്? 60 ആണ്. ഇനി ഒന്നാം പദം അല്ലെങ്കിൽ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? രണ്ടാം പദത്തിൽ നിന്ന് നമ്മൾ കുറയ്ക്കണം, 18 കുറയ്ക്കണം. അതായത് രണ്ടാം പദം ഇവിടെ 24 ആണ്, സെക്കൻഡ് ടേം 24 ആണ്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 18 കുറയ്ക്കണം. 24ൽ നിന്ന് 18 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 6. അപ്പോൾ നമ്മുടെ ഒന്നാം പദം എന്ന് പറയുന്നത് എത്രയാണ്? 6. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ചോദ്യത്തിൽ നമുക്ക് ആദ്യത്തെ 2 പദങ്ങളും തന്നിട്ടില്ല, ഒന്നാം പദവും തന്നിട്ടില്ല, രണ്ടാം പദവും തന്നിട്ടില്ല, ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും തന്നിട്ടില്ല, തേർഡ് ടേമും ഫോർത്ത് ടേമും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, തേർഡ് ടേമും തന്നിട്ടുണ്ട്, ഫോർത്ത് ടേമും അടുത്തടുത്ത ടേംസ് ആണ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. എത്ര വരും? 42 മൈനസ് 24, അപ്പം 18 തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് മുന്നോട്ടല്ല കണ്ടുപിടിക്കേണ്ടത്, പുറകോട്ടാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അതായത് നമുക്ക് തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേം കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ ഫസ്റ്റ് ടേമും കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കൂട്ടും, പുറകോട്ട് പോകുമ്പോൾ എന്താ ചെയ്യേണ്ടത്? കുറയ്ക്കണം. അപ്പോൾ 24ൽ നിന്ന് നമ്മൾ ആദ്യം 18 കുറയ്ക്കണം, പിന്നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? 18 കുറയ്ക്കുമ്പോഴാണ് നമുക്ക് ഒന്നാം പദവും കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ടേം അല്ലെങ്കിൽ രണ്ടാം പദം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 24 മൈനസ് 18. അപ്പോൾ 24 മൈനസ് 18 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും?
6. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 6 ആണ്. ഇനി ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ നമുക്ക് സെക്കൻഡ് ടേം കിട്ടിയിട്ടുണ്ട് 6 അല്ലേ. അപ്പോൾ 6 മൈനസ് 18 ചെയ്യണം. ഓക്കെ, 6 മൈനസ് 18 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? -12 എന്ന് കിട്ടും. സോ നമ്മുടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും? -12. ഓക്കെ, ഇനി നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 24. ഫസ്റ്റ് ടേം നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ നമുക്ക് സെക്കൻഡ് ടേം തന്നിട്ടില്ല. ദെൻ തേർഡ് ടേം തന്നിട്ടുണ്ട്. ദെൻ ഫോർത്ത് ടേം തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ടേമും അതുപോലെ തന്നെ തേർഡ് ടേമുമാണ് തന്നേക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫോർത്തും അതുപോലെ തന്നെ സെക്കൻഡുമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതിലെല്ലാം അടുത്തടുത്തായിരുന്നു അല്ലേ. പക്ഷെ ഇവിടെ അങ്ങനെയാണോ വന്നേക്കുന്നത്? അല്ല. അപ്പോൾ നമ്മൾ ഈ തേർഡ് ടേമിൽ നിന്ന് നമ്മളിപ്പോൾ ഫസ്റ്റ് ടേം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടുമോ? ഇല്ല. അപ്പോൾ നമ്മളിവിടെ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ശരിക്കും നമ്മൾ പറഞ്ഞേക്കുന്ന അനുസരിച്ച് നമുക്കറിയാം 24ൻ്റെ കൂടെ നമ്മുടെ കോമൺ ഡിഫറൻസ് കൂട്ടി നമ്മളിവിടെ എഴുതും. വീണ്ടും നമ്മൾ അതേ കോമൺ ഡിഫറൻസ്, അതേ പൊതുവ്യത്യാസം തന്നെ കൂട്ടി നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ എഴുതുമ്പോഴാണ് 42 കിട്ടുന്നത് അല്ലേ. അതായത് നമുക്ക് എന്താണോ വരുന്നത് 2 പ്രാവശ്യം നമ്മളിവിടെ കൂട്ടണം, എന്നാലല്ലേ 42 വരത്തുള്ളൂ. ഇനി നമുക്കൊരു കാര്യം അറിയാം, 24ൻ്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് 42 വരുന്നത്? 18 അല്ലേ. 24 + 18 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 42 കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ 18നെ നമ്മൾ ഈക്വലി ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ പോരെ. അപ്പോൾ അത് എത്ര വരും? ഇവിടെ 9 ആയിരിക്കും, ഇവിടെയും 9 ആയിരിക്കും അല്ലേ. അപ്പോൾ 24ലൂടെ 9 കൂട്ടുമ്പോൾ നമുക്കിവിടെ സെക്കൻഡ് ടേം കിട്ടും. നമ്മുടെ സെക്കൻഡ് ടേമിൻ്റെ കൂടെ നമ്മൾ 9 കൂട്ടുമ്പോൾ നമുക്ക് തേർഡ് ടേമും കിട്ടും. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പൊതുവ്യത്യാസം എത്രയാണ്? അതായത് കോമൺ ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 9. മറ്റൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ചെയ്ത കാര്യം ഇങ്ങനെയാണ്. 42 മൈനസ് 24 ചെയ്തു, അതല്ലായിരുന്നു 18. ഡിവൈഡഡ് ബൈ നമ്മൾ എന്ത് ചെയ്തു? ആ പൊസിഷൻ തമ്മിൽ കുറച്ചു, 3 മൈനസ് 1. അപ്പോൾ 42 മൈനസ് 24 എന്ന് പറയുമ്പോൾ എന്ത് വരും? 18 ആണ്. ദെൻ 3 മൈനസ് 1 എന്ന് പറയുമ്പോൾ 2. അപ്പോൾ 18/2 എന്ന് പറയുന്നത് 9. അപ്പോൾ നമ്മളിവിടെ ചെയ്ത കാര്യം ഇതാണ്, ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അതായത് പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം, അതാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കോമൺ ഡിഫറൻസ് 9 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ടേം കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ സെക്കൻഡ് ടേം എന്ന് പറയുമ്പോൾ എന്ത് വരും? നമ്മുടെ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 9 കൂട്ടണം. അപ്പോൾ 24 + 9 ചെയ്യുമ്പോൾ എത്ര വരും? 33. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് എത്രയാണ്? 33. ഓക്കെ, ഇനി ഫോർത്ത് ടേം കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? തേർഡ് ടേമിൻ്റെ കൂടെ, തേർഡ് ടേം ഇവിടെ 42 ആണ്. അപ്പോൾ 42ൻ്റെ കൂടെ നമ്മൾ 9 കൂട്ടണം. അപ്പോൾ 42ൻ്റെ കൂടെ 9 കൂട്ടുമ്പോൾ നമുക്ക് എത്ര വരും? 51. സോ ഫോർത്ത് ടേം ഈസ് 51. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഫസ്റ്റ് ടേം തന്നിട്ടില്ല, സെക്കൻഡ് ടേം 24 ആണ്, തേർഡ് ടേം തന്നിട്ടില്ല, ദെൻ ഫോർത്ത് ടേം നമുക്ക് 42 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ സെക്കൻഡ് ടേമും ഫോർത്ത് ടേമും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ അടുത്തടുത്തല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും അല്ലേ. ഇപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഇവിടെ വന്ന് നമ്മളിവിടെ ചെയ്തതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. കാരണം 24ൻ്റെ കൂടെ 18 കൂട്ടണം. അപ്പോൾ ഇവിടെ 2 തവണ വരുന്നുണ്ട്, അപ്പോൾ 9 ആണ് കൂട്ടേണ്ടത് എന്നുള്ള കാര്യം നമുക്കറിയാം, സെയിം തന്നെ. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. നമ്മുടെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുമ്പം 42 മൈനസ് 24 ഡിവൈഡഡ് ബൈ അതിൻ്റെ പൊസിഷൻ വ്യത്യാസമുണ്ട്, സ്ഥാനങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ നേരത്തെ 1-ാം പദവും 3-ാം പദവും ആയിരുന്നു തന്നിരുന്നത്, ഇവിടെ 2-ാം പദവും 4-ാം പദവുമാണ്. അപ്പോൾ 4 മൈനസ് 2 ഇതനുസരിച്ച് എഴുതുവാണെങ്കിൽ അപ്പം അപ്പോഴും നമുക്ക് 18/2 തന്നെയാണ് വരുന്നത്. അപ്പോൾ എന്ത് വരും? 9. അപ്പോൾ നമ്മുടെ ഇവിടെ തേർഡ് ടേം കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? തേർഡ് ടേം എന്ന് പറയുന്നത് 24ൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? 9 കൂട്ടണം. അപ്പോൾ 24ൻ്റെ കൂടെ നമ്മൾ 9 കൂട്ടുമ്പോൾ എത്ര വരും? 33. അപ്പോൾ തേർഡ് ടേം എന്ന് പറയുന്നത് എത്രയാണ്? 33. ഓക്കെ, ഇനി ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നമ്മുടെ ഈ സെക്കൻഡ് ടേമിൻ്റെ കൂടെ നമ്മൾ 9 കുറച്ച് വേണം കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ 24 മൈനസ് 9. അപ്പോൾ 24 മൈനസ് 9 ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? 15. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ കണ്ടുപിടിച്ച കോമൺ ഡിഫറൻസ് വെച്ച് കണ്ടുപിടിച്ച രീതി തന്നെയല്ല, നമുക്ക് മറ്റൊരു രീതിയിലും ഇതിൻ്റെ നടുക്കത്തെ ടേം കണ്ടുപിടിക്കാം. അതായത് ഇപ്പോൾ ഇവിടെ നമുക്ക് തന്നേക്കുന്ന 24 നടുക്കൊരെണ്ണം ഇല്ല, 42 ഇങ്ങനെയല്ലായിരുന്നോ ചോദ്യം തന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നടുക്കത്തെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് മറ്റൊരു മെത്തേഡും കൂടെ ഉപയോഗിക്കാം. ഇവിടെ സെക്കൻഡ് ടേം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് 24 + 42 ചെയ്തിട്ട് അതിൻ്റെ പകുതി എടുത്താൽ മതി. ഇപ്പോൾ 24 42 കൂടെ കൂട്ടുമ്പം 66 ആണ്. അപ്പോൾ 66ൻ്റെ പകുതി 33. അപ്പോൾ നമുക്കിവിടെ നേരത്തെ കിട്ടിയത് തന്നെയാണ്, കണ്ടോ. നമുക്കവിടെ അതിൻ്റെ നടുക്കുള്ള സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 33 കിട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ കോമൺ ഡിഫറൻസ് ഇനി കണ്ടുപിടിച്ചിട്ട് അടുത്ത ടേം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അങ്ങനെയും ചെയ്യാം, നമുക്ക് ഈ രീതിയിലും ചെയ്യാം. ഇത് നിങ്ങളിനി മുന്നോട്ട് പോകുമ്പോൾ ഇത് നമ്മൾ മിഡിൽ ടേം ഈസ് ഈക്വൽ ടു എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ട്.
ഇനി ആറാമത്തെ ചോദ്യം നോക്കുക. ആറാമത്തെ ചോദ്യത്തിൽ എന്താ പറഞ്ഞേക്കുന്നത്? 24 ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് നമുക്ക്, സെക്കൻഡ് ടേമും അതുപോലെ തന്നെ തേർഡ് ടേമും തന്നിട്ടില്ല. പിന്നെ തന്നേക്കുന്നത് ഫോർത്ത് ടേമാണ്. അപ്പോൾ ഫസ്റ്റ് തന്നിട്ടുണ്ട്, സെക്കൻഡ് ടേം തന്നിട്ടില്ല, തേർഡ് ടേം തന്നിട്ടില്ല, ദെൻ ഫോർത്ത് ടേമാണ് തന്നേക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ കോമൺ ഡിഫറൻസ് വെച്ചാൽ കണ്ടുപിടിക്കണ്ടല്ലേ. അപ്പം 24, 42 ഇത്രയും നേരം നമ്മൾ 24, 42 വെച്ച് തന്നെയാണ് ചെയ്തേക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടം തൊട്ട് ഇവിടെ വരണമെങ്കിൽ ശരിക്കും എന്താ 18 ആണല്ലോ. പക്ഷേ ഇവിടെ നമുക്ക് 24 നിന്ന് ഇവിടെ ഒരു ടേം ഉണ്ട്, ഒരു നമ്പർ നമ്മൾ കൂട്ടണം, ദെൻ എഗെയിൻ ആ നമ്പർ നമ്മളിവിടെ കൂട്ടണം, എഗെയിൻ ആ നമ്പർ നമ്മളിവിടെ കൂട്ടണം അല്ലേ. അപ്പോൾ എത്ര തവണ ഇത് വന്നേക്കുന്നത്? എത്ര തവണ നമ്മളിവിടെ കൂട്ടണം? ശരിക്കും 3 തവണ കൂട്ടുമ്പോഴാണ് 42 വരുന്നത്. 24ൻ്റെ കൂടെ 3 തവണ ഒരു സംഖ്യ കൂട്ടുമ്പോഴാണ് 42 വരുന്നത്. അപ്പോൾ ഇവിടെ 24 നിന്ന് 18 കൂട്ടുമ്പോഴാണ് 42 വരുന്നതെങ്കിൽ 18നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? 3 കൊണ്ട് ഹരിച്ചാൽ മതി, ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും വരുന്നത്? 6. അതായത് കോമൺ ഡിഫറൻസ് ഇവിടെ എത്രയാണ്? 6 ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത രീതിയിലാണെങ്കിലോ കോമൺ ഡിഫറൻസ് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്, അതായത് 42 മൈനസ് 24 ഡിവൈഡഡ് ബൈ ഫോർത്ത് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറയ്ക്കണം, 4 മൈനസ് 1, അതായത് പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. അപ്പോൾ നമുക്കിവിടെ 18/3 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ 6 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 24ൻ്റെ കൂടെ 6 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സെക്കൻഡ് ടേം കിട്ടും. അപ്പോൾ 24ൻ്റെ കൂടെ 6 ആഡ് ചെയ്യുമ്പം ഇവിടെ എത്ര വരും? 30. സോ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 30 ആണ്. എഗെയിൻ 6 ആഡ് ചെയ്യുമ്പോഴോ 36. അപ്പോൾ തേർഡ് ടേം എന്ന് പറയുന്നത് 36 ആണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 30 ആൻഡ് തേർഡ് ടേം എന്ന് പറയുന്നത്, മൂന്നാം പദം എന്ന് പറയുന്നത് 36 ആണ്. ഇനി പേജ് 15 തന്നെ അടുത്ത ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. The two terms in specific positions of some arithmetic sequences are given below. Write the first 5 terms of each. ചില സമാന്തര ശ്രേണികളിലെ 2 നിശ്ചിത സ്ഥാനത്തുള്ള പദങ്ങൾ ചുവടെ പറഞ്ഞിരിക്കുന്നു. ഓരോ ശ്രേണിയുടെയും ആദ്യത്തെ 5 പദങ്ങൾ എഴുതുക. അപ്പോൾ നമ്മുടെ ഈ ചോദ്യത്തിൽ നമുക്ക് 2 ടേംസ് ആയിരിക്കും തന്നേക്കുന്നത്. അരിത്തമെറ്റിക് സീക്വൻസിലെ 2 ടേംസ് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ തേർഡ് ടേം തന്നിട്ടുണ്ട്, സിക്സ്ത് ടേമും തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ 5 ടേംസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യത്തിൽ നമുക്ക് തേർഡ് ടേം മൂന്നാം പദം തന്നിട്ടുണ്ട്. അപ്പം തേർഡ് ടേം ഈസ് ഈക്വൽ ടു മൂന്നാം പദം എന്ന് പറയുന്നത് 34 ആണ്. അതുപോലെ തന്നെ സിക്സ്ത് ടേം ആറാം പദം എന്ന് പറയുന്നത് 67 ആണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് തരുമ്പം നമ്മൾ ആദ്യമേ പൊതുവ്യത്യാസം കണ്ടുപിടിക്കുക. പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു. എന്തായിരുന്നു നമ്മൾ പറഞ്ഞേ? നമ്മളിവിടെ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ചെയ്യുമായിരുന്നു. അതായത് പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം ഉണ്ടായിരിക്കും. നമ്മൾ ആദ്യം ഇവിടെ നിന്ന് ഇതിനകത്ത് വലുത് ഈ പാർട്ടല്ലേ വരുന്നത്. അപ്പോൾ നമ്മൾ 67 മൈനസ് 34 നമ്മൾ കറക്റ്റ് ഓർഡറിൽ എഴുതണം. ആ പൊസിഷൻ കറക്റ്റ് ആയിരിക്കണം. അതായത് ആദ്യം ചെറുത് എഴുതുക, അത് കഴിഞ്ഞ് വലുത് എഴുതുക, എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുറയ്ക്കുക. ബൈ 6 മൈനസ് 3. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 67 മൈനസ് 34 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 33 വരും. 6 മൈനസ് 3 3. സോ നമ്മുടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? 11. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടിയേക്കുന്നത് 11 ആണ്. നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞേക്കുന്നത് എന്താ? ഈ ശ്രേണിയുടെ ആദ്യത്തെ 5 പദങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഒന്നാം പദം അറിയില്ല, രണ്ടാം പദം അറിയില്ല, മൂന്നാം പദം അറിയാം. നമുക്ക് 34 ആണ്. ദെൻ 4 അറിയില്ല, 5 അറിയില്ല, ആറാം പദവും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിക്കേ, നമ്മുടെ 34 ആണ് ഇവിടെ വന്നേക്കുന്ന മൂന്നാം പദം. അപ്പം മുന്നോട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ പൊതുവ്യത്യാസം കൂട്ടി എഴുതണം. ഇനി പുറകോട്ടാണ് വരുന്നതെങ്കിലോ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് എഴുതണം. ഓക്കെ, അപ്പോൾ നമ്മൾ മുന്നോട്ട് 34ൻ്റെ കൂടെ നമ്മുടെ 11 കൂട്ടുമ്പോൾ നമുക്ക് എത്ര വരും? 45. അപ്പം നമ്മൾ വീണ്ടും 11 കൂട്ടുമ്പം എത്ര വരും? 56. ഓക്കെ, ഇനി നമ്മൾ 11 ബാക്കിലോട്ട് പോകുമ്പോൾ നമ്മൾ എന്താ? പുറകോട്ട് പോകുമ്പം നമ്മൾ കുറയ്ക്കണം അല്ലേ. അപ്പോൾ 34ൽ നിന്ന് 11 കുറയ്ക്കുമ്പം നമുക്ക് എത്ര വരും? 23. എഗെയിൻ നമ്മൾ 23ൽ നിന്ന് വീണ്ടും 11 കുറയ്ക്കുമ്പം നമുക്ക് എത്ര വരും? 12. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ട ആദ്യത്തെ 5 ടേംസ് ഏതൊക്കെയാണ്? 12, 23, 34, 45, 56. ഈ രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യത്തിൽ നമുക്ക് പറഞ്ഞേക്കുന്ന ഇതാണ്. മൂന്നാം പദം നമുക്ക് തന്നേക്കുന്നത് 43 ആണ്. ആറാം പദം തന്നേക്കുന്നത് 76 ആണ്. അപ്പോൾ നമ്മൾ ചോദ്യം കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഇങ്ങനെ എഴുതിക്കോണം. അപ്പോൾ നമുക്കിവിടെ സ്ഥാനങ്ങൾ വെച്ച് തന്നെ കറക്റ്റായിട്ട് എഴുതുക. ആദ്യം ചെറിയ സ്ഥാനത്ത് എഴുതുക, പിന്നെ വലിയ സ്ഥാനത്ത് എഴുതുക, എന്നിട്ട് പൊതുവ്യത്യാസം സമം എന്ന് പറഞ്ഞാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ആദ്യം ഇവിടെ അതിൻ്റെ പദങ്ങളുടെ വ്യത്യാസം, അത് നിങ്ങളിങ്ങനെ ഓർത്താൽ മതി. ഇവിടെ നിന്നാണ് ആദ്യം കുറയ്ക്കേണ്ടത്, അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് കുറയ്ക്കുക. അപ്പോൾ 76 മൈനസ് 43 ബൈ 6 മൈനസ് 3.
അപ്പം 76 43 പോകുമ്പോൾ നമുക്ക് 33 കിട്ടും. 6 3 പോയാൽ 3 അപ്പോൾ 33/3 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 11. നമ്മുടെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 11. ഇനി നമുക്ക് ആദ്യത്തെ 5 ടേംസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേം ഇല്ല, സെക്കൻഡ് ടേം ഇല്ല. ഇനി തേർഡ് ടേം നമുക്ക് തന്നിട്ടുണ്ട് 43 ആണ്. ദെൻ ഫോർത്തും ഫിഫ്ത്തും ഇല്ല. അപ്പോൾ നമ്മൾ മുന്നോട്ട് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് കൂട്ടണം. അപ്പോൾ നമ്മുടെ 43ൻ്റെ കൂടെ 11 കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 54 കിട്ടും. എഗെയിൻ നമ്മൾ 11 കൂട്ടുമ്പം നമുക്ക് എത്ര കിട്ടും? 65. ഇനി നമുക്ക് പുറകോട്ട് കണ്ടുപിടിക്കാൻ, സെക്കൻഡ് ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? മൂന്നാമത്തെ ടേമിൽ നിന്ന് 11 നമ്മൾ കുറയ്ക്കണം. ഓക്കെ, അപ്പോൾ 11 കുറയ്ക്കുമ്പം നമുക്കിവിടെ എത്രയാണ് കിട്ടുന്നത്? 32 കിട്ടും. വീണ്ടും നമ്മൾ ഈ 32ൽ നിന്ന് എന്ത് കുറയ്ക്കണം? 11 കുറയ്ക്കണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 21. അപ്പോൾ നമ്മുടെ സീക്വൻസ് എങ്ങനെയാണ് വരുന്നത്? 21, 32, 43, 54, 65. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ചോദ്യം ഇതാണ്. തേർഡ് ടേം തന്നേക്കുന്നത് 2 ആണ്. അപ്പോൾ നമ്മളത് എടുത്തെഴുതുക. തേർഡ് ടേം = 2. ദെൻ ഫിഫ്ത്ത് ടേം എന്ന് പറയുന്നത് 3 ആണ്. അപ്പം 5ാം പദം 3 എന്ന് എടുത്തെഴുതുക. ഇനി നമ്മുടെ പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം. കോമൺ ഡിഫറൻസ് = അപ്പോൾ നമ്മളിവിടെ പൊസിഷൻ കറക്റ്റ് ആണ്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുറയ്ക്കുക. അപ്പോൾ എന്ത് വരും? 3 - 2 നമ്മുടെ ടേം ഡിഫറൻസ് ബൈ 5 - 3, 5 - 3. ഓക്കെ, അപ്പോൾ 3ൽ നിന്ന് 2 പോയാൽ 1, 5ൽ നിന്ന് 3 പോയാൽ 2. അപ്പോൾ നമ്മുടെ കോമൺ ഡിഫറൻസ് എത്രയാണ് ഇവിടെ വന്നേക്കുന്നത്? അര അല്ലേ? ഹാഫാണ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ആദ്യത്തെ 5 ടേംസ് അല്ലേ കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ നമുക്ക് ഒന്നാമത്തെ അറിയില്ല, 2 അറിയില്ല, 3 അറിയാം. 3 ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ? 2 ആണ്. ദെൻ 4 അറിയില്ല, 5 അറിയാം 3 ആണെന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കോമൺ ഡിഫറൻസ് നമുക്ക് ഹാഫാണ്, ആ ഹാഫ് കൂട്ടണം. അപ്പോൾ 2ൻ്റെ കൂടെ അര കൂട്ടുമ്പോൾ എത്ര വരും? 2.5, 2.5. ഓക്കെ, ഇനി നമ്മൾ അതിൻ്റെ ബാക്കിൽ സെക്കൻഡ് ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? അര നമ്മൾ കുറയ്ക്കണം അല്ലേ? അപ്പോൾ 2ൽ നിന്ന് അര പോയാൽ എത്രയാണ്? 1.5 അല്ലേ? 2ൽ നിന്ന് അര പോയാൽ എത്രയാണ്? 1.5. അപ്പോൾ 1.5 എന്ന് നമുക്കിവിടെ എഴുതാം. ഇനി എഗെയിൻ നമ്മൾ വീണ്ടും അര കുറച്ചാലല്ലേ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ 1.5ൽ നിന്ന് അര പോയാൽ എത്രയാണ്? 1 അല്ലേ? അപ്പോൾ നമ്മുടെ ഇവിടെ ആൻസർ എന്താ വരുന്നത്? 1. അപ്പോൾ ആദ്യത്തെ 5 ടേംസ് എന്തൊക്കെയാണ്? 1, 1.5, 2, 2.5, 3. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അതിൽ നമുക്ക് തന്നേക്കുന്ന ഇതാണ്. ഫിഫ്ത്ത് ടേം 8 ആണ്. അപ്പോൾ നമ്മൾ ആ തന്നേക്കുന്നത് എടുത്തെഴുതുക. 9th ടേം 10 ആണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്താ പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ CD എന്ന് ഇട്ടേക്കുന്ന കോമൺ ഡിഫറൻസ് ആണ് കേട്ടോ. അപ്പോൾ കോമൺ ഡിഫറൻസ് = നമ്മുടെ ടേം ഡിഫറൻസ് പദവ്യത്യാസം. ഇപ്പോൾ 10 - 8 ബൈ സ്ഥാനവ്യത്യാസം, അതായത് പൊസിഷൻ ഡിഫറൻസ്, അതായത് 9 - 5. അപ്പോൾ എപ്പോഴും ഓർത്തോളുക, നമ്മുടെ ഇവിടെ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്, സ്ഥാനവ്യത്യാസം ബൈ പദവ്യത്യാസം. ഓക്കെ, അപ്പോൾ 10ൽ നിന്ന് 8 പോയാൽ 2 ആണ്. ഇനി 9ൽ നിന്ന് 5 പോയാൽ 4 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ വരുന്നത്? 2/4. അപ്പോൾ ഇവിടെ നമുക്കിതിനെ വീണ്ടും വെട്ടിക്കുറയ്ക്കാം. ഏറ്റവും സിമ്പിളായിട്ട് നമുക്കിവിടെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമുക്ക് മേളിലും 2 ആണ്, താഴെ 4 ആണ്. രണ്ടും 2ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുള്ളതാണ്. അപ്പോൾ 2 × 1 ചെയ്യുമ്പോഴാണ് നമുക്ക് 2 വരുന്നത്. 2 × 2 ചെയ്യുമ്പോഴാണ് 4 വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് കിട്ടും? നമുക്കിവിടെ ആൻസർ വെട്ടിക്കുറയ്ക്കുമ്പം 1/2. അപ്പോൾ ശരിക്കും ഇങ്ങനെയാണ് 2 × 1/2 × 2 എന്നായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ ഈ 2ഉം 2ഉം ക്യാൻസലായി പോകുമ്പോഴാണ് നമുക്ക് 1/2 വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കോമൺ ഡിഫറൻസ് എന്താണ്? 1/2. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ടേം ഇല്ല, സെക്കൻഡ് ടേം ഇല്ല, തേർഡ് ടേം ഇല്ല, ഫോർത്ത് ടേം ഇല്ല, ഫിഫ്ത്ത് ടേം 8 ഉണ്ട്. അപ്പോൾ ഈ 4 എണ്ണം കണ്ടുപിടിക്കണം. അപ്പോൾ എല്ലാം നമുക്ക് പുറകിലോട്ടാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ട? അര വെച്ച് കുറച്ച് എഴുതണം അല്ലേ? അപ്പോൾ ആദ്യമേ 8ൽ നിന്ന് നമ്മൾ അര കുറയ്ക്കുമ്പം നമുക്ക് എന്ത് കിട്ടും? 7.5 അല്ലേ? ഇനി വീണ്ടും നമ്മൾ അര കുറച്ചു. 7.5ൽ നിന്ന് അര കുറയ്ക്കുമ്പോൾ എത്ര വരും? 7. വീണ്ടും അര കുറയ്ക്കുമ്പോൾ എത്ര വരും നമുക്ക്? 6.5. വീണ്ടും അര കുറയ്ക്കുമ്പോഴോ? 6. അപ്പോൾ നമ്മുടെ ആദ്യത്തെ 5 പദങ്ങൾ, ഫസ്റ്റ് 5 ടേംസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 6, 6.5, 7, 7.5, 8. ഇനി 5ാമത്തെ ചോദ്യം നോക്കാം. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 5ാം പദം നമുക്ക് 7 ആണ്. 7ാം പദം 5 ആണ്. അപ്പോൾ ഫിഫ്ത്ത് ടേം 7 ആണ്. 7th ടേം നമുക്ക് 5 ആണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ നിങ്ങളിവിടെ ഓർത്തോണം, ഇവിടെ 7ാം പദം ചെറുതാണ്. 5ാം പദത്തിനേക്കാളും 7ാം പദം ചെറുതാണ്. എന്ന് വെച്ചാൽ ഒരിക്കലും 7 - 5 എന്ന് എഴുതരുത്.
നമ്മൾ പൊസിഷൻ അനുസരിച്ച് ഇവിടെ നമ്മൾ പൊസിഷൻ അനുസരിച്ച് എഴുതിയേക്കുന്നതാണെങ്കിൽ നമ്മളിവിടെ ഇതിൽ നിന്ന് തന്നെ വേണം നമ്മൾ കുറയ്ക്കാനായിട്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന എന്താ, 5ാം പദത്തിൽ നിന്ന് 7ാം പദം വരുമ്പം കുറയുവാണ്. അതായത് ഒരു സംഖ്യ നമ്മൾ കുറച്ചാണ് എഴുതിയേക്കുന്നത്. അതായത് മൈനസ് ആയിട്ടുള്ള ഒരു സംഖ്യ കൂട്ടിയാണ് നമ്മൾ ഈ ശ്രേണി എഴുതിയേക്കുന്നത്. അപ്പോൾ നമ്മുടെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് 5 - 7, അതായത് പദ വ്യത്യാസം 5ൽ നിന്ന് 7 കുറയ്ക്കേണ്ടത്, ബൈ നമ്മുടെ 7 - 5 നമ്മുടെ സ്ഥാന വ്യത്യാസം. ഇനി 5ൽ നിന്ന് 7 പോയാൽ എത്രയാണ് വരുന്നത്? -2 7ൽ നിന്ന് 5 പോയാൽ 2. അപ്പം -2/2 എന്ന് പറയുമ്പോൾ എന്ത് വരും? -1. അപ്പോൾ നമുക്കിവിടെ 1ാം പദം ഇല്ല, 2 ഇല്ല, 3 ഇല്ല, 4 ഇല്ല, 5 എത്രയാണ്? 7. അപ്പോൾ ഓർത്തോണം, നമ്മൾ മുന്നോട്ട് വരുമ്പം, ഇനി മുന്നോട്ട് അടുത്തത് കണ്ടുപിടിക്കാൻ വരുമ്പോൾ നമ്മൾ ശരിക്കും ചെയ്യുന്നത് എന്താണ്? ഈ -1 കൂട്ടിയാണ് പോയേക്കുന്നത് അല്ലേ? -1 കൂട്ടിയാണ് പോയേക്കുന്നത്. അപ്പോൾ 7ൽ നിന്ന് 1 പോയാൽ ഇവിടെ എന്ത് വരും? 6 വരേണ്ട അടുത്ത ടേം കണ്ടുപിടിക്കാൻ. പക്ഷേ അതിൻ്റെ പുറകോട്ട് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇതിൻ്റെ മൈനസ്, അതായത് നമ്മൾ നേരത്തെ കുറയ്ക്കുവാന്നാണ് പറഞ്ഞാൽ, ഇത് പുറകോട്ട് കണ്ടുപിടിക്കാൻ നമ്മൾ കുറയ്ക്കുമല്ലായിരുന്നോ? അപ്പോൾ നമ്മുടെ -1 ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും വരുന്നത്? +1 ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ടേം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് 7 - -1, അതായത് 7 + 1, അതായത് മൈനസ് ആണ് വരുന്നതെങ്കിൽ പുറകോട്ടുള്ളത് കണ്ടുപിടിക്കാൻ ഏതാണോ സംഖ്യ അത് കൂട്ടി അങ്ങ് പോയാൽ മതി. അപ്പോൾ ഇവിടെ എന്ത് വരും? 8 വരും. ഇനി 8ൽ നിന്ന് നമ്മൾ -1 ചെയ്യുമ്പം 8 - -1, അപ്പോൾ 8 + 1 എത്ര വരും? 9. അപ്പോൾ ഇവിടെ 9, വീണ്ടും വരുമ്പോഴോ 10, വീണ്ടും 11. അപ്പോൾ നമ്മുടെ ആദ്യത്തെ 5 ടേംസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 11, 10, 9, 8, 7. അപ്പോൾ ഇന്ന് പഠിപ്പിച്ചത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ള പോർഷൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം.